അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ ഇന്നമാ യുവഫസ് സ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എൻവിഷൻ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടിക്കാണ് ഇന്നത്തെ ദിവസം നമ്മളെല്ലാവരും സാക്ഷികളായിട്ടുള്ളത്. അപ്പം ഞാനിവിടെ എത്തിയത് മുതൽ ഞാൻ ഈ സദസ്സിലേക്ക് ഇങ്ങനെ നോക്കി, ക്ലാസ് എടുക്കാനും പ്രസംഗിക്കാനൊക്കെ വരുന്ന ആളുകളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ആശങ്ക, നമ്മളിത് പറയുമ്പോൾ ഈ ആളുകളൊക്കെ അത് ശ്രദ്ധിച്ച് കേൾക്കുമോ, നമ്മൾ പ്രസംഗിക്കണത് ഇവർക്ക് ഉപകാരപ്പെടുമോ എന്നുള്ള ഒരു പേടി. എത്ര കാലം പ്രസംഗിച്ചാലും പ്രസംഗിക്കുന്നവർക്ക് പോകാത്തൊരു പേടിയാണ്. അപ്പം ഞാൻ ഇങ്ങനെ കാഴ്ച പരിമിതരായിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ ക്ലാസ് എടുക്കാൻ നമുക്ക് അവസരങ്ങൾ കിട്ടാറില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ എത്രമാത്രം ഈ വാക്കുകളെ ശ്രദ്ധിക്കും എന്ന ഒരു ബേജാറാണ് എനിക്കുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ഇവിടെയുള്ള നമ്മുടെ ഹിബയുടെ പാട്ടും ശേഷമുള്ള ഇവിടുത്തെ അനൗൺസ്മെൻറ്റും കിസ്സും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഒരു ആശ്വാസം തോന്നി. കാരണം സ്ഥിരമായി പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളിലും പങ്കെടുക്കുന്ന ആളുകളെക്കാളും നിങ്ങൾക്ക് വേണ്ടി മാത്രമായി പങ്കെടുപ്പിക്കപ്പെട്ട ഈ പരിപാടി നിങ്ങൾ വളരെ ഗൗരവത്തോടു കൂടെയാണ് കാണുന്നത് എന്ന് ഈ സദസ്സിൽ നിന്നുള്ള റെസ്പോൺസ്, പെരുമാറ്റം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു വാക്കും വെറുതെയായി പോവുകയില്ല എന്ന ആശ്വാസത്തോടു കൂടെയാണ് ഞാൻ ഈ ഒരു സംസാരത്തിലേക്ക് പ്രവേശിക്കുന്നത്. എനിക്ക് തോന്നിയത്, നമ്മുടെ ഈ കാഴ്ച പരിമിതരായ ആളുകളോട് സംസാരിക്കുന്നതിലേറെ കൂടെ വന്നവരോടാണ് സംസാരിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏതായിരുന്നാലും രണ്ടും കൂടെ കൂട്ടിച്ചേർത്താണ് ഞാൻ പറയുന്നത്. അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. എന്നെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്ന, ഒരു സമാധാനത്തിന് വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സുഹൃത്തുണ്ട്. അപ്പം അദ്ദേഹത്തിന് അരക്ക് താഴെ അദ്ദേഹത്തിൻ്റെ കാലുകൾക്ക് പ്രവർത്തനശേഷിയില്ല, കാഴ്ചയൊക്കെ ഉണ്ട്. ഒരു അംഗപരിമിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പം അദ്ദേഹം വിവാഹം കഴിച്ചു. അപ്പോൾ വിവാഹം കഴിക്കണ സമയത്ത് അന്വേഷണങ്ങളൊക്കെ നടത്തിയപ്പോൾ ഒരു പെൺകുട്ടി, പ്രത്യേകിച്ച് തകരാറുകളൊന്നുമില്ലാത്ത ഒരു പെൺകുട്ടി തന്നെ വിവാഹത്തിന് തയ്യാറായി. പക്ഷെ അവൾക്ക് ചെറിയ പ്രായമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അപ്പം ആ സമയത്ത് വിവാഹം എന്ന് പറഞ്ഞപ്പോൾ അവൾ എന്ത് ചെയ്തു, വളരെ താല്പര്യത്തോടു കൂടെ കല്യാണത്തിന് സമ്മതിച്ചു. അപ്പം എന്താണ് അങ്ങനെ സമ്മതിക്കാൻ കാരണമെന്ന് ഞാൻ അവളോട് ചോദിച്ചപ്പോൾ ഒന്നുമില്ല, ഒരു നടക്കാനൊന്നും കഴിയാത്ത ഒരു വിഷമമുള്ള ഒരാളെ ജീവിതകാലം മുഴുവനും സഹായിക്കാനുള്ള അവസരമല്ലേ, അപ്പം അതൊരു കൂലിയുള്ള കാര്യമല്ലേ, നല്ല കാര്യമല്ലേ എന്നൊക്കെ വാപ്പയും ഉമ്മയും പറഞ്ഞു കൊടുത്തപ്പോൾ അവളതൊക്കെ താല്പര്യപ്പെട്ട് അവൾ വിവാഹിതയായി. നമ്മുടെ ഈ പരിപാടിക്ക് വന്ന ആൾക്കാരൊക്കെ ഒന്ന് ശബ്ദം ഒന്ന് ഇവിടെ ആ വളണ്ടിയർമാരോടൊക്കെ ഒന്ന് പറഞ്ഞു. അപ്പോൾ അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ അവർ എന്ത് ചെയ്തു, താല്പര്യത്തോടെ വിവാഹത്തിലേക്ക് വന്നു. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, വിവാഹം കഴിഞ്ഞ് ഈ പെൺകുട്ടി ഗർഭിണിയായി. അവൾ 3 കുട്ടികളെ പ്രസവിച്ചു. ആ 3 കുട്ടികളെ പ്രസവിച്ചപ്പോഴും ആ കുട്ടികളും അംഗപരിമിതരായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ വാപ്പനേക്കാളും പ്രശ്നമുള്ള ആളുകളാണ് ആ 3 കുട്ടികൾ. അപ്പം അങ്ങനെ വന്നപ്പോൾ ഇയാളെ നോക്കാം എന്ന ഒരു ധൈര്യത്തിൽ വന്നവൾക്ക് 4 പേരെ നോക്കേണ്ട അവസ്ഥ വന്നു. 4 പേരെ ഏറ്റെടുക്കുന്നതിനും അവർക്ക് ആദ്യഘട്ടത്തിൽ ബുദ്ധിമുട്ടായാലും അവർ നല്ല നിലക്ക് നോക്കി കൊണ്ടുപോയി, ഒരു ചെറിയ പെൺകുട്ടിയാണെങ്കിലും. പക്ഷെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഈ കുട്ടി, ഈ വിവാഹം കഴിച്ചവൻ്റെ ബന്ധുക്കൾ പിന്നെ അയാളെ ഒരു നിലക്കും സഹായിക്കാൻ തയ്യാറായില്ല. അവർ കല്യാണം കഴിച്ച് പെണ്ണ് വന്നപ്പോൾ അവളെ പൂർണ്ണമായും ഏൽപ്പിച്ച് അവർക്ക് വേറൊരു വീട് ഉണ്ടാക്കി കൊടുത്ത് കുടുംബം പൂർണ്ണമായിട്ടും അവരിൽ നിന്നും മാറി നിന്നു. അവസാനം ഒരു വീട്ടിൽ ഈ 4 പേരെയും പരിചരിച്ച് അവർ ജീവിക്കാൻ. പക്ഷെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇവർക്കിത് താങ്ങാൻ കഴിയാതെ വന്ന് അവരാകെ മാനസികമായി തകർന്നു. പിന്നെ അവർ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ
ഞാൻ എന്തിനിങ്ങനെ ഒരു വിവാഹം ചെയ്തു എന്ന ഒരു ചിന്ത, ഒരു പൈശാചികമായ ഒരു ചിന്ത അവരെ മനസ്സിൽ വന്നു. ആ നിരാശയിൽ നിന്നുകൊണ്ട് അവർ ചെയ്തത് എന്താന്ന് ചോദിച്ചാൽ, ഇയാളെയും ഈ കുട്ടികളെയും അടക്കം അവർ നോക്കുന്നില്ലെന്ന് മാത്രമല്ല, പലപ്പോഴും അവർക്ക് അവരോട് വളരെ മോശമായി പെരുമാറുമ്പോൾ ആ ഒരു വിഷമം, ആ ഒരു വേദന പലപ്പോഴും അയാൾ എന്നെ വിളിച്ച് പറയും, നിങ്ങൾ അവളെ ഒന്ന് വിളിക്കണം, ഒന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് പറയും. ഞാനിത് പറയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ, ഇന്നിപ്പോൾ ഈ ആളുകളെ, കാഴ്ച പരിമിതിയുള്ള ആളുകളെ കൊണ്ടുവരാനും, എല്ലാവരും പൂർണ്ണമായ പ്രശ്നമുള്ള, കുറച്ച് പ്രശ്നമുള്ള ആളുകളുണ്ടാവും, പൂർണ്ണമായ പ്രശ്നമുള്ള ആളുകളുണ്ടായിരിക്കും. പക്ഷെ ഒന്നില്ലെങ്കിൽ നിങ്ങൾ മക്കളായിരിക്കും, നിങ്ങൾ കൈപ്പിടിച്ചു വന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഭാര്യ ആയിരിക്കും, അല്ലെങ്കിൽ മാതാപിതാക്കളായിരിക്കും. ആരാണെങ്കിലും ഇടയ്ക്കൊക്കെ അവരാലോചിക്കും, ഇതിനൊക്കെ ഒരു അറ്റുണ്ടോ, എത്ര കാലമാണ് ഞാൻ ഇങ്ങനെ നോക്കേണ്ടി വരിക എന്നൊക്കെ ചിലപ്പോൾ ചിന്തിക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഏറ്റെടുത്തതോ അല്ലെങ്കിൽ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചതോ ആയ ജീവിതത്തിൽ എപ്പോഴും മറ്റൊരാളുടെ ഒരു സഹായം എല്ലാ സന്ദർഭത്തിലും ആവശ്യമായി വരുന്ന ഒരാളുടെ കയ്യിൽ നമ്മുടെ കൈ അള്ളാഹു ചേർത്ത് തന്നിട്ടുണ്ടെങ്കിൽ ആ കൈ നമ്മൾ വിടരുത്. മാത്രല്ല, നമ്മൾ ഒരിക്കലും അതിലൊരു വിഷമമോ ഒരു പരാതിയോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. കാരണം അത് നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ ഏൽക്കേണ്ടി വന്നു. രണ്ടായാലും അതിന് വളരെ വലിയ പ്രതിഫലമുണ്ട്. പക്ഷെ ആ പ്രതിഫലം ആർക്കേ കിട്ടുള്ളൂ വെച്ചാൽ അത് ഇഷ്ടത്തോടെ ചെയ്യുന്നവർക്കേ കിട്ടുള്ളൂ. അപ്പൊ ഈ നോക്കുന്നവർക്കുള്ള നഷ്ടം എന്താ വെച്ചാൽ, ഇവരിത് ചെയ്യും, നാം മനസ്സിൽ അതിലൊരു അസംതൃപ്തി ഉണ്ടായാൽ പണിയെടുക്കും വേണം, കൂലി ഉണ്ടാവില്ല. അതാണ് അതിനുള്ളൊരു നഷ്ടം. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതൊരു വലിയ സൗഭാഗ്യമായി കണ്ട് ഈ കൈ ഞാൻ എന്നും പിടിക്കും. അതാണ് ഈ ദുനിയാവിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്നോർത്ത്, ഞാനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ, ഭാഗ്യവതി എന്ന് ചിന്തിച്ച് നിങ്ങൾ നല്ല പ്രതിഫലത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ആ കൈ വിടാതെ കൂടെ നിൽക്കണം എന്ന് ആദ്യത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു മനസ്സമാധാനം കിട്ടും. അതിനു വേണ്ടിയുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ ഈ സന്ദർഭത്തിൽ എന്ത് ചെയ്യണത് ഉദ്ദേശിക്കുന്നത്. നിങ്ങളെല്ലാവരും അറിയുന്നൊരു കാര്യം, ഇവിടെ പറഞ്ഞ കാര്യം തന്നെ ആയിരിക്കും. ഒരു ഉമ്മക്ക് ഒരു മകനോട് തോന്നുന്നതിൻ്റെ 100 ഇരട്ടി, അല്ലെ 100 ഉമ്മമാരുടെ സ്നേഹം അല്ലെങ്കിൽ അതിലധികം സ്നേഹം ഒരുമിച്ചു ചേർത്തിട്ട് ഒരാൾ നമ്മളെ സ്നേഹിക്കുകയാണെങ്കിൽ ആ സ്നേഹം എത്ര ആയിരിക്കും? അതിനേക്കാളും വലിയ സ്നേഹമാണ് അള്ളാഹുവിന് നമ്മളോടുള്ളത്. അള്ളാഹു അർ-റഹ്മാൻ റഹീമാണ്. അതായത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് പരിധിയില്ല. ആരുടെ സ്നേഹത്തിന് നമുക്കൊരു പരിധി കാണാൻ പറ്റും? അള്ളാഹുവിൻ്റെ സ്നേഹത്തിന് എന്തില്ല? പരിധിയില്ല. അപ്പൊ പരിധിയില്ലാത്ത സ്നേഹമുള്ള പടച്ച തമ്പുരാന് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ കാഴ്ച തരാൻ കഴിയും. അള്ളാഹു നമ്മുടെ കാഴ്ചയെ പരിമിതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതെന്തിന്? അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അള്ളാഹുവിന് സാധിക്കാഞ്ഞിട്ടല്ലോ, പിന്നെ എന്തിനാണ് നമുക്കൊരു അന്ധത തന്നത്, അല്ലെങ്കിൽ കാഴ്ചയില്ലായ്മ തന്നത്? അത് വെറുതെ കാഴ്ച ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം സമാധാനിപ്പിക്കാൻ വേണ്ടി പറയാണ് എന്ന് വിചാരിച്ചു ഉൾക്കൊണ്ട. സത്യസന്ധമായി എന്താണ് നമുക്ക് ഈ ഒരു അന്ധത കൊണ്ട് ഇങ്ങനെ തരുന്നത് കൊണ്ട് എന്താണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്? അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാരണം അതിൽ നമ്മുടെ മനസ്സൊക്കെ ഇങ്ങനെ വേണം. ഇടയ്ക്കൊന്ന് തട്ടി തടയുമ്പോഴും, ചെറിയൊരു ബുദ്ധിമുട്ട് വരുമ്പോഴും, കണ്ണ് കാണാത്തതിൻ്റെ പേരിൽ ചെറിയൊരു വിഷമം വരുമ്പോഴൊക്കെ നിങ്ങളെ മനസ്സിലുണ്ടാവേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണത്. ഞാൻ നിങ്ങൾക്ക് ലളിതമായൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മനസ്സിലെപ്പോഴും ഓർത്തു വെക്കാനും പറ്റിയ ഉദാഹരണം. അതായത് ഒരു 500 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകണം. 500 കിലോമീറ്റർ അപ്പുറത്തേക്കുള്ള ഒരു സ്ഥലം. അവിടെ നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ ഉദ്ദേശിക്കുന്ന, നമ്മുടെ എന്തോ ഒരു സ്വപ്നം, ഒരാഗ്രഹം അവിടെ നിന്ന് എത്തണം എന്നോ നമ്മൾ ആഗ്രഹിച്ചതാണ്. അപ്പൊ യാത്ര തിരിക്കുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞു, ഈ 500 കിലോമീറ്റർ അപ്പുറത്തേക്ക് തട്ടുതടവില്ലാത്ത നല്ല ഹൈവേ റോഡ് അങ്ങോട്ടേക്കുണ്ട്. ഒരു കുണ്ടും കുഴിയൊന്നും ഇല്ലാത്ത നല്ല റോഡുണ്ട്. ആ റോഡിന് പോയാൽ, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നു വിചാരിച്ചാൽ കുറച്ച് സമയം പിടിച്ചിട്ടേ നിങ്ങൾ അവിടെ എത്തുള്ളൂ. മാത്രമല്ല നിങ്ങളുടെ വാഹനത്തിന് കുറച്ച് പെട്രോൾ ചെലവ് അധികം ഉണ്ടായിരിക്കും. പിന്നെ പ്രത്യേകിച്ച്
നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങൾക്ക് എത്താൻ പറ്റും. എന്നാൽ നിങ്ങൾക്ക് മറ്റൊരു വഴിയുണ്ട്. അതൊരു 5 കിലോമീറ്ററേ സഞ്ചരിക്കേണ്ടതുള്ളൂ. പക്ഷെ 5 കിലോമീറ്റർ ആണെങ്കിലും അത് വളരെ ദുർഘടകരമായ വഴിയാണ്. 1 ഇഞ്ച് സ്ഥലം പോലും നിങ്ങൾക്ക് ശരിക്ക് കടന്നു പോകാൻ പറ്റില്ല, അത്ര ബുദ്ധിമുട്ടാണ്. പക്ഷെ നിങ്ങൾ എളുപ്പത്തിലെത്തും. എളുപ്പത്തിലെത്തും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്തിന് മുമ്പ് നിങ്ങൾ എത്തും. നിങ്ങൾ വാഹനമില്ലാതെ എത്തും. നിങ്ങൾക്കൊരു പ്രശ്നമില്ലാതെ എത്തും എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കും, എന്ത്, എന്നാൽ ഈ റോഡിന് പോകാം, വേഗത്തിലെത്തുമല്ലോ എന്ന് ചിന്തിച്ച് ആ കഷ്ടപ്പാടുകൾ ഒന്നും നമ്മളെ മനസ്സിലില്ല. എന്താ കാരണം? എത്തുന്നത് രണ്ടും ഒരേ സ്ഥലത്തേക്കാണ്. പക്ഷേ എത്താനുള്ള ബുദ്ധിമുട്ടുകൾ കുറച്ച് അധികമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞത് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം സ്വർഗം കിട്ടുക എന്നുള്ളതാണ്. സ്വർഗം ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്, ഒരു സംശയമല്ല. സ്വർഗം കിട്ടുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ലക്ഷ്യം. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നിങ്ങളുടെ അത്ര എളുപ്പമല്ല ഈ കാഴ്ച പരിമിതികൾ ഇല്ലാത്തവർക്ക് സ്വർഗം കിട്ടാൻ. അതൊരു പ്രസംഗം, ഒരു വാക്കൊന്നല്ല. അതൊക്കെ സത്യസന്ധമായി വഹയിലൂടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്ന കാര്യമാണ്. അതായത് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കണ്ണുകൾ ഹബീബത്തെ, അതില്ലേ സ്വർഗം ഉറപ്പാണ്. സ്വർഗത്തിൽ പോകാൻ തടസ്സമില്ലാതെന്നാ മാത്രം മതി. സ്വർഗത്തിൽ പോകാൻ തടസ്സമില്ലേ, സ്വർഗം കിട്ടും. സ്വർഗം എന്തിനാ തരുന്നത്? കണ്ണ് കാണാത്തതിന് സ്വർഗം, കണ്ണ് കാണാത്തതിന് സ്വർഗം. ഇപ്പൊ കണ്ണ് കാണാതിരിക്കുന്നു എന്നത് സ്വർഗം കിട്ടുവാനുള്ള ഒരു കാരണമാണ്. ഞാൻ പറയണത്, ഒരു ഹദീസിൽ കാണാൻ പറ്റും, ഈ ലോകത്ത് ഏറ്റവും അധികം സുഖം അനുഭവിച്ച വ്യക്തി, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അനുഭവിച്ച് അടിച്ചു പൊളിച്ച് കോടിക്കണക്കിന് രൂപ സ്വന്തമായി ഉണ്ടായി അധ്വാനിച്ച് എല്ലാ സുഖങ്ങളും അനുഭവിച്ച സുഖലോലുപനായ ഒരാൾ, ഒരു രാജാവാകട്ടെ, ഒരു കോടീശ്വരനാവട്ടെ, അയാളെ നാളെ പരലോകത്ത് കൊണ്ടുവരും. പക്ഷെ അയാൾ നന്മയുള്ളവനല്ല, സ്വർഗാവകാശിയല്ല. എന്നിട്ട് അയാളെ നരകത്തിൽ ഒരു സിബഹത്ത് ഒന്ന് മുക്കിയിട്ടെടുക്കും. എന്നിട്ട് അയാളോട് ചോദിക്കും, ദുനിയാവിൽ വല്ല സുഖവും അനുഭവിച്ചിരുന്നോ എന്ന് ചോദിക്കും. അപ്പൊ അയാൾ പറയും, ഞാൻ ഒരു സുഖവും അനുഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നരകത്തിൽ ഒരു സെക്കൻഡ് കിടന്നു കഴിയുമ്പോഴേക്കും മറന്നു പോകാവുന്നതേ ഉള്ളൂ ഈ ലോകത്തെ ഏറ്റവും വലിയ സുഖങ്ങൾ. എന്നാൽ അതേ സമയം ഈ ലോകത്ത് കഷ്ടപ്പാടുകൾ മാത്രം അനുഭവിച്ച് നല്ലവനായി വന്ന വ്യക്തിയോട് അയാളെ സ്വർഗത്തിൽ ഒന്ന് കാണിച്ച് തിരിച്ചു കൊണ്ടുവന്നിട്ട് ചോദിക്കും, നീ വല്ല കഷ്ടപ്പാടും ദുനിയാവിൽ അനുഭവിച്ചിരുന്നോ എന്ന് ചോദിക്കും. അപ്പൊ അയാൾ പറയും, ഞാൻ ഒരു കഷ്ടപ്പാടും അനുഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ അതിലുപരി ചില ഹദീസുകളിൽ കാണാൻ പറ്റും, ചില ഹദീസുകൾ നമുക്ക് കാണുന്ന കാഴ്ചയാണ് എന്തോ, നമ്മൾ സ്വർഗത്തിൽ എത്തിപ്പെടുന്നത് കാണുമ്പോൾ ചില ആളുകൾ പറയുന്നതാണ്, ദുനിയാവിൽ കഷ്ടപ്പാടുകളില്ലാതെ നരകിച്ച ആളുകൾ സ്വർഗത്തിൽ വിചാരിച്ച പദവികളിൽ എത്തിച്ചേരാൻ കഴിയാതെ വരുമ്പോൾ അവർ പറയുമത്രേ, കത്രികകളെ കൊണ്ട് ഞങ്ങളുടെ ശരീരങ്ങൾ മുറിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ദുനിയാവിൽ വെച്ച് എന്നാണ്. കുറച്ച് കഷ്ടപ്പാട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ പരലോകം എളുപ്പമാകുമായിരുന്നല്ലോ എന്ന് അവിടെ വെച്ചുകൊണ്ട് പറയും എന്നാണ് പറയുന്നത്. ഏറ്റവും അധികം പ്രതിഫലം കിട്ടുന്ന പുണ്യകർമ്മം എന്താന്ന് ചോദിച്ചാൽ, ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. കണക്കില്ലാത്ത പ്രതിഫലം ക്ഷമക്ക് മാത്രമാണ്. ക്ഷമിക്കുന്നവർ ക്ഷമ കൊണ്ട് കിട്ടുന്ന അത്ര കൂലി നിസ്കരിച്ചാൽ കിട്ടൂല, അതേപോലെ തന്നെ നോമ്പ് നോറ്റാൽ കിട്ടൂല, സദക്ക കൊടുത്താൽ കിട്ടൂല. ഏറ്റവും വലിയ കൂലി പറഞ്ഞാൽ അള്ളാഹു നമുക്ക് തന്ന പരീക്ഷണങ്ങൾ ക്ഷമിക്കുന്നതിനാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് കാഴ്ചക്ക് കുറച്ച് പരിമിതി ഉണ്ടെങ്കിൽ ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും, ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും, ഉറങ്ങാൻ പോകുമ്പോൾ ഉണ്ടാവും, ഒരു ബസ് കയറാൻ പോകുമ്പോൾ ഉണ്ടാവും. എത്രമാത്രം നമുക്കുണ്ടായ കുട്ടികളുടെ മുഖം പോലും നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നത് ഒരായുഷ്കാലത്തെ വേദനയാണ്. ഒരു കുട്ടി ജനിച്ച് നമ്മൾ മരിക്കുവോളം ആ കുട്ടിയുടെ മുഖം എങ്ങനെ എന്ന് കാണാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ആ കുട്ടിയെ കാണുമ്പോഴൊക്കെ ഉണ്ടാകുന്ന വേദനയാണ്. ഈ ഓരോ വേദന മനസ്സിൽ തോന്നുമ്പോഴും അതൊക്കെ പുണ്യമായി പ്രതിഫലമായി മാറും എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എത്രയാണ് എന്ന്.
ഞാനൊരു ക്യാൻസർ പേഷ്യൻറ്റിനെ സന്ദർശിക്കാൻ വേണ്ടി പോയി. അപ്പം അദ്ദേഹത്തിന് അടുത്ത് ഇങ്ങനെ ഇരുന്നപ്പോൾ പ്രായമായ ആൾ അദ്ദേഹം എന്നോട് പറഞ്ഞ് വെള്ളം മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂ, വേറെ ഒന്നും കുടിക്കാൻ പറ്റില്ല, വെള്ളമല്ലാതെ ഒന്നും തൊണ്ടയിലൂടെ ഇറങ്ങൂല. പിന്നെ ഡോക്ടർ പറഞ്ഞ് ഇനി നിങ്ങൾ ആശുപത്രിക്കൊന്നും കൊണ്ടുവരണ്ട, ഇനി ആശുപത്രിക്ക് നിങ്ങൾ കൊണ്ടുവരേണ്ടയില്ല, ഇനി നിങ്ങൾക്ക് ആശുപത്രിയിൽ ഒന്നും ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിച്ചാൽ ഞങ്ങൾ വല്ല ഡോക്ടർമാർ നിങ്ങളെ വീട്ടിലേക്ക് പറഞ്ഞേക്കാന്ന് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളിപ്പോൾ ചിന്തിക്കണത് ജീവിതത്തിലെ ഏറ്റവും വിഷമമുള്ള, ഏറ്റവും നഷ്ടമുള്ള, ഏറ്റവും പ്രയാസമുള്ള സമയം ഇപ്പോഴാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അപ്പം അദ്ദേഹം പറഞ്ഞു അല്ല. എന്തുകൊണ്ട്? അതിൻ്റെ ഉത്തരം എന്താ അറിയും? അതായത് ഈ 10-70 കൊല്ലം ജീവിച്ച് എല്ലാ സുഖങ്ങളും അനുഭവിച്ച ആ ദിവസങ്ങളിലൊന്നും ഇന്നത്തെ ഈ ഒരു ദിവസം എനിക്ക് നേടാൻ പറ്റുന്ന അത്ര പ്രതിഫലം ഞാൻ എൻ്റെ ആയുസ്സിൽ ഇതുവരെയുള്ള ഒരു ദിവസത്തിലും നേടിയിട്ടില്ല. കാരണം അതിനുമാത്രം വേദന, അതിനുമാത്രം ബുദ്ധിമുട്ടുകൾ, അത്രത്തോളം അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, പ്രാർത്ഥന, ദിക്ർ, നിസ്കാരം, ഇതൊക്കെ ഇന്ന് ചെയ്ത പോലെ ഒരു ദിവസവും ഞാൻ ചെയ്തിട്ടുണ്ടാവില്ല. കാരണം അത്രമാത്രം പ്രതിഫലം അയാൾക്ക് കിട്ടുന്നത് രോഗമായി മരിക്കാൻ കിടക്കുന്ന ദിവസങ്ങളിലാണ്. ഇപ്പൊ ഞാൻ കൊണ്ട് പറയണത്, ഇത് ഈ അവസ്ഥ, ഈ പരിമിതി അള്ളാഹ് നമുക്ക് തന്നു. സുഹൃത്തുക്കളെ, ഒരു മനസ്സിന്റെ ഉദ്ദേശക്കുറവ് കൊണ്ട് ഈ കൂലി നിങ്ങൾ കളയരുത്. അതാ എനിക്ക് പറയണം, ഈ കൂലി കളയരുത്. കാരണം ഇതിന് കൂലി കിട്ടിയാലേ മുതലാവുള്ളൂ. അതുകൊണ്ട് മനസ്സിലെപ്പോഴും എൻ്റെ ഈ ഒരു ബുദ്ധിമുട്ടിന് കൂലി തരണേ പടച്ചോനെ എന്ന് ഓരോ വിഷമം വരുമ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ചോളി. ഞാൻ പറഞ്ഞത്, മനസ്സമാധാനത്തിലും മനസ്സന്തോഷത്തിലും നിങ്ങൾക്ക് കണ്ണ് കാണുന്നവനേക്കാളും സുഖത്തിൽ ജീവിക്കാൻ കഴിയും. ഞാൻ പറയണത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. അതായത് കണ്ണ് കാണുന്ന ഒരു വ്യക്തി അനുഭവിക്കുന്നതിനേക്കാളും മനസ്സുഖം, മനസ്സിൻ്റെ സുഖം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. കാരണം മനസ്സിൻ്റെ സുഖം അനുഭവിക്കുന്ന മനസ്സുകൊണ്ടാണ്. ഏറ്റവും ലോകത്തെ മഹാപണ്ഡിതനാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ്. ആ മഹാനായ പണ്ഡിതൻ പറയുന്നുണ്ട്, ഇന്ന ഫി ദുനിയ ജന്ന, ഈ ദുനിയാവിലൊരു സ്വർഗമുണ്ട്. മനസ്സിന്റെ സുഖം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ കയറിയ മാതിരിയുള്ള സുഖമാണ്, മനസ്സുകൊണ്ടുള്ള സുഖം. ആ മനസ്സിന്റെ സുഖം ഒരാൾക്ക് കിട്ടിയാൽ അവന് സ്വർഗം കിട്ടുമെന്നാണ്. മനസ്സിന്റെ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടുള്ള കാഴ്ചകളോ നല്ല ഭക്ഷണമോ അനുഭവമോ ഒന്നല്ല, അത് മനസ്സുകൊണ്ടിട്ടാണ്. ആ ഒരു വിശ്വാസിക്ക് അവൻ്റെ ദീന് കൊണ്ട് കിട്ടുന്നത് മനസ്സിന്റെ സുഖമാണ്. അത് കിട്ടാൻ നിങ്ങൾ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത്, ശുദ്ധമായ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു കറുത്ത പുള്ളി, ഒരു തിന്മയുടെ ചിന്ത നിങ്ങളെ മനസ്സിൽ ഇല്ലാതിരുന്നാൽ മതി. നിങ്ങളെ മനസ്സ് ഹാപ്പി ആയിരിക്കും, ഒരു പ്രശ്നമില്ല. കാരണം ഒരു ചെറിയ തെറ്റിന്റെ ചിന്ത മനസ്സിൽ വന്നാൽ നമ്മുടെ മനസ്സ് എന്ത് ചെയ്യുന്ന മലിനമാകും. ഖദ് അഫ്ലഹ മൻ തസക്ക, മനസ്സിനെ ശുദ്ധീകരിച്ചവൻ വിജയിച്ചു. ഖദ് അഫ്ലഹ മൻ സക്കാഹ. മനസ്സിന് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പറഞ്ഞാൽ തെറ്റുകളാണ്. തെറ്റുകളെ കൊണ്ടുണ്ടാകുന്ന അത്ര വലിയ ബുദ്ധിമുട്ട് മനസ്സിന് വേറെ ഒന്നുകൊണ്ടും ഉണ്ടാവില്ലെന്ന് ഉറപ്പാണ്. ഈ കഴിഞ്ഞൊരു വെള്ളിയാഴ്ച ഒരു ചെറുപ്പക്കാരനായ ഒരു കുട്ടി, അവിടെ ആ പള്ളി നിൽക്കുന്നത് തന്നെ അങ്ങാടിയിൽ ഒരു കടയിൽ ജോലി ചെയ്യുന്ന ഒരു സെയിൽസ്മാനാണ്. അപ്പം അവന് ജുമാക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ വളരെ മാനസിക പ്രശ്നമുള്ള ആളാണ്, അതിന് മരുന്ന് കഴിക്കുന്ന ആളാണ്, അപ്പം എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണം എന്നുണ്ട് പറഞ്ഞു. അപ്പം ഞാൻ ജുമാ കഴിഞ്ഞ് എനിക്ക് കുറച്ച് അർജൻറ്റ് ഉണ്ടെങ്കിലും ഞാൻ തൊട്ടപ്പുറത്തുള്ള മദ്രസ ഹാളിൽ കയറിയിട്ട് അവനെ ഇരുത്തി ഞാൻ സംസാരിച്ചു. അവനിങ്ങനെ കിതച്ച് ബേജാറായി ആകെ വിഷമിച്ചിട്ടാണ് എന്നോട് സംസാരിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ നിനക്ക് കുടുംബത്തിൽ വല്ല പ്രശ്നമുണ്ടോ, കല്യാണത്തിന് വല്ല പ്രശ്നമുണ്ടോ? അപ്പം അവൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഒന്നിങ്ങോട്ട് നെടുവീർപ്പിട്ട് അവൻ പറഞ്ഞു, ഉസ്താദ്, ഞാൻ ചെയ്യാത്ത തെറ്റില്ല, എന്തൊക്കെ മഹാപാപമുണ്ടോ അതൊക്കെ ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. എനിക്കൊരു സമാധാനം ഉറങ്ങാനില്ല, എപ്പോൾ ചിന്തിച്ചാലും ഈ വിഷമം തന്നെ. ഞാൻ എന്താ ചെയ്യാന്ന് ചുരുക്കം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, തെറ്റുകൾ ചെയ്യുന്നവനുണ്ടാകുന്ന മനപ്രയാസം എന്ന് പറഞ്ഞാൽ അതൊരു കടക്കാരനുള്ളതിലേറെ, ഒരു രോഗിക്കുള്ളതിലേറെ, ഒരു കുടുംബ പ്രശ്നമുള്ളതിലേറെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഈ മനസ്സാക്ഷി കുത്ത് എന്ന് പറഞ്ഞാൽ. ശരിക്കും പരലോകം ഉണ്ട് എന്നില്ല, അത് തെളിവ് പറഞ്ഞത് തന്നെ അതാണ്. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ.
ഉയർത്തെഴുന്നേൽപ്പിനെക്കുള്ള പരലോകമുണ്ട് എന്ന് ഞാൻ സത്യം ചെയ്തു പറയുന്നു. വലാ ഉഖ്സിമു ബിൻ നഫ്സിൽ ലവ്വാമ, ആക്ഷേപിക്കുന്ന മനസ്സു തന്നെയാണ് സത്യം. എന്തിനാ തെറ്റ് ചെയ്യുമ്പോൾ മനസ്സ് നമ്മളെ കുറ്റപ്പെടുത്തുന്നത്? എന്തിനാടാ ചെയ്തത്, ചെയ്യാൻ പാടുണ്ടെങ്കിൽ ഭയങ്കര മോശമല്ലേ എന്നൊക്കെ മനസ്സെന്തിനാ പറയണത്? അത് ചെയ്താൽ അതിന് വലിയ പ്രത്യാഘാതങ്ങൾ വരാനുണ്ട് എന്ന് മനസ്സിനറിയാമെന്നാണ്. അതാണ് പരലോകം. നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും അതിന് വലിയ ശിക്ഷ വരും എന്ന് മനസ്സിനറിയും അത്രേ. അതുകൊണ്ടാണ് മനസ്സ് നമ്മളെ കുറ്റപ്പെടുത്തുന്നത്. തെറ്റ് ചെയ്യാതിരുന്നാലോ നഫ്സും മുത്തുമഇന്നയാണ്, മനസ്സിന് ഭയങ്കര സമാധാനം കിട്ടും. അപ്പൊ ഇനി ഞാനിത് പ്രത്യേകം പറയാൻ കാരണം എന്താ വെച്ചാൽ, എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ള ആൾക്കാർ സമാധാനം കിട്ടാൻ എന്താ ചെയ്യാറെങ്കിൽ എന്തെങ്കിലും വേണ്ടാത്തരങ്ങൾ ചെയ്യും. അതുകൊണ്ടാണ് ആൾക്കാർ ലഹരി ഉപയോഗിക്കുന്നത്, സ്മോക്ക് ചെയ്യുക, കഞ്ചാവ് ഉപയോഗിക്കാം. ഈ ചെയ്യുന്ന ആളുകളുടെയൊക്കെ ഒരു കാരണം എന്താ വെച്ചാൽ ഓർക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടാവും. അപ്പൊ മനസ്സമാധാനം കിട്ടാൻ അവർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ലഹരി ഉപയോഗിക്കുക. വേറെ ചില ആൾക്കാർ എന്ത് വെച്ചാൽ മ്യൂസിക് കേൾക്കാം. ഇപ്പൊ മ്യൂസിക്കിനെ പറ്റി ഞാൻ പറയുമ്പോൾ ചിരിക്കും, മ്യൂസിക് തെറ്റാണോ? പാട്ടല്ല ഞാൻ പറയുന്നത്, പാട്ട് നിങ്ങൾക്ക് പാടാം. അപ്പൊ എത്ര മനോഹരമായിട്ടാണ് ആ ഹിബ പാട്ട് പാടിയത്, നമ്മുടെയൊക്കെ കോരിത്തെരിപ്പിച്ച ഒരു സത്യത്തിലെ. ഞാൻ തന്നെ ഇങ്ങനെ ആ വരികൾ ഇങ്ങനെ ഓർത്തിട്ട്, ഞാൻ ഇടയ്ക്കൊരു പാട്ട് എഴുതുന്ന ആളാണ്. അപ്പൊ അത് വെച്ചിട്ട് ആ വരികൾ കേട്ടിട്ട് എനിക്ക് എന്ത് ചെയ്തു വെച്ചാൽ ശരിക്കും എൻ്റെ കണ്ണ് നനഞ്ഞു പോയി. അങ്ങനത്തെ വരികളാണ്. പാട്ടിന് ഒരു പ്രശ്നമില്ല, പാട്ട് നമുക്ക് പാടാം, പാട്ട് നമുക്ക്. പക്ഷെ മ്യൂസിക്, 3 കാര്യങ്ങൾ ഒന്നിച്ച് പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിലാണ് മ്യൂസിക്കിനെ പറഞ്ഞത്. ലയക്കൂനന്ന മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ കുറച്ച് ആൾക്കാർ വരാനുണ്ട്. ഓലെന്താ അറിയോ, അള്ളാഹ് ഹറാമാക്കിയ ചില കാര്യങ്ങളിൽ എന്താ കുഴപ്പം ചോദിക്കുന്നത്. ഹലാല, എന്താ പേര് കുഴപ്പം, ഞാനൊരു തെറ്റും കാണില്ല എന്ന് പറയും. അതിലെന്താണ്? യസ്തഹിലൂന അൽ ഹിറ. ഒന്ന് പട്ടാണ്. പട്ട് പുരുഷന് ധരിക്കാൻ പറ്റില്ല, പട്ട് വസ്ത്രം പുരുഷന് പറ്റൂല. അവർ എല്ലാ വർഷവും എല്ലാ ഡ്രസ്സ് പോലെ തന്നെയല്ലേ ഇപ്പൊ പട്ടും. എന്താ പട്ടിനായിട്ടൊരു കുഴപ്പം എന്താ? അതെന്താ ഡ്രസ്സല്ലേ, അത് വസ്ത്രമല്ലേ എന്ന് ചോദിക്കും. അള്ളാഹുവിന്റെ റസൂൽ നിഷിദ്ധമാക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കണ്ട. ആണിന് പറ്റൂല പട്ടുപയോഗിക്കാൻ. അൽ ഹിറ വൽ ഹരീർ വൽ മാസ്. ഹരീർ ഒന്ന് പട്ട്, മറ്റൊന്ന് എന്താണ്? ഹിർ. ഹിറാന്റെ വ്യഭിചാരം. പിന്നെ മആസിഫ്. മആസിഫ് എന്ന് പറഞ്ഞാൽ സംഗീതങ്ങൾ. സംഗീതങ്ങൾ എന്താണ്? അതുപോലെ നിരോധിക്കപ്പെട്ട ഒരു കാര്യമാണ് സംഗീതം എന്നുള്ളത്. അപ്പൊ സംഗീതങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, കേൾക്കാൻ പറ്റില്ല. ഇപ്പൊ ഈ മ്യൂസിക് കേൾക്കുന്ന ആൾക്കാർ പറയും അത് കേൾക്കുമ്പോൾ ഒരു സുഖമാണ്, കേൾക്കുമ്പോൾ ഒരു സമാധാനമാണ്. മ്യൂസിക് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഏറ്റവും ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇപ്പൊ തീരുമാനിക്കുക എന്തൊരു, ഇനി ഈ പരിപാടി കഴിഞ്ഞ് ഈ ഞായറാഴ്ച മുതൽ അടുത്ത ഞായറാഴ്ച വരെ ഞാൻ ഇനി മ്യൂസിക് കേൾക്കൂല എന്നൊന്ന് തീരുമാനിച്ചു നോക്കി. നിങ്ങൾ മ്യൂസിക് കേൾക്കൂല, ഭക്ഷണം കഴിക്കൂല എന്നല്ല, ഉറങ്ങൂല എന്നല്ല, മ്യൂസിക് കേൾക്കൂല. നിങ്ങളെക്കൊണ്ട് കഴിയൂല, മനസ്സിലേ? ഒരു ദിവസം മ്യൂസിക് കേൾക്കുന്ന ആൾക്ക് ഒരു ദിവസം പോലും മുഴുവനാക്കാൻ പറ്റൂല. അപ്പോഴേക്കിന് കേൾക്കാഞ്ഞിട്ടുള്ളൊരു എടങ്ങേറും അസ്വസ്ഥതയും അത്ര വലുതേക്ക്. എന്താ? മ്യൂസിക് ഒരു സാധാരണ കാര്യമാണെങ്കിൽ ഇപ്പൊ എന്താ മാറ്റി നിർത്തിയല്ലേ നമുക്ക് എങ്ങനെ വിഷമം ഉണ്ടാകുന്നത്? മ്യൂസിക് അഡിക്ഷനാണ്. നമ്മുടെ മനസ്സിനെ അത്രമാത്രം അത് സ്വാധീനിക്കും. മാത്രമല്ല, നിങ്ങൾ മ്യൂസിക് കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ജീവിതത്തിൽ എപ്പോഴും ഏറ്റവും പ്രധാനം ആ മ്യൂസിക് ആയിരിക്കും. പല കാര്യങ്ങളും അയാൾ ചെയ്യാതിരിക്കുന്നത് ആ മ്യൂസിക് കൊണ്ടാണ്. അയാൾക്കുള്ള കുട്ടികളെ നോക്കാൻ ഉണ്ടാവില്ല, ഭാര്യ നോക്കാൻ ഉണ്ടാവില്ല, എന്തെങ്കിലും ഖുർആൻ ഓതാൻ സമയം ഉണ്ടാവില്ല, ഖുർആൻ കേൾക്കാൻ സമയം ഉണ്ടാവില്ല. എല്ലാറ്റിൽ നിന്നും അയാളെ അതെന്ത് ചെയ്യും? അശ്രദ്ധമാക്കും. അതുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചൊരു കാര്യം എന്തെങ്കിലൊക്കെ തൽക്കാലം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ നമുക്കൊരു ഒറ്റപ്പെടലൊക്കെ തോന്നും, മനസ്സിന് പ്രയാസമൊക്കെ തോന്നുമ്പോൾ വേഗം മ്യൂസിക് കേൾക്കാൻ നിൽക്കാൻ നമ്മൾ വിചാരിക്കുന്നുണ്ടാകും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു എന്ന് ഹദീസിലുള്ളതും നിങ്ങൾ ഏത് സൈറ്റിൽ അടിച്ചു നോക്കിയാലും ലോകത്തെ ഏറ്റവും വലിയ സ്കോളേഴ്സ്, പണ്ഡിതന്മാരുടെ സൈറ്റുകൾ കയറിയാൽ അത് നിഷിദ്ധമാണ്, ഹറാമാണെന്ന് വ്യക്തമായ ഫത്വകളും നിങ്ങൾക്ക് കാണാൻ പറ്റും. വമിനന്നാസി മയ്യശ്തരി ലഹുവൽ ഹദീസ്, വിനോദ വർത്തമാനങ്ങളെ വിലക്ക് വാങ്ങുന്നവരുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞതിലും ഇത് ഉൾക്കൊള്ളുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ അതൊക്കെ നമ്മുടെ മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ മനസ്സിന് സമാധാനമുണ്ടോ? നീ കാഴ്ചകൾ ഉള്ളവരെക്കാളും മനസ്സന്തോഷം നേടാൻ നിങ്ങൾക്ക് തെറ്റുകളിൽ നിന്ന് മാറി നിന്നാൽ പറ്റും. ചിലപ്പോൾ നമ്മൾ വേണ്ടാത്ത ചില കമൻട്രികൾ കേൾക്കുക, അതല്ലെങ്കിൽ വളരെ മോശമായ സംസാരങ്ങൾ സംസാരിക്കുക. ഇപ്പോൾ ഒരേ സുഹൃത്തുക്കൾ തമ്മിൽ കാണുമ്പോൾ എന്താ വെച്ചാൽ ഈ സെക്സൊക്കെ ഉള്ള മോശപ്പെട്ട സംസാരങ്ങൾ എന്ത് ചെയ്യുക, കൂടുതലായി സംസാരിക്കുക. അല്ലെങ്കിൽ അങ്ങനത്തെ വൃത്തികേടുകൾ പറയുന്ന സംസാരങ്ങളോ പാട്ടുകളോ ഒക്കെ കേൾക്കുക. ഞാൻ പറഞ്ഞത് സാധാരണഗതിയിൽ കണ്ണ് കാണുന്ന ആളുകൾ ചെയ്യുന്ന എന്തെല്ലാം തെറ്റുണ്ടോ ആ തെറ്റുകളൊക്കെ വേറെ വഴിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. ചില ആൾക്കാരൊക്കെ പറയും കണ്ണില്ലാത്തതൊരു വലിയ ഭാഗ്യമാണ്. എന്തുകൊണ്ട്? വേണ്ടാത്ത നോക്കും. ഇപ്പൊ ആൾക്കാർ ഈ റോഡിൽ കിടക്കുന്നവരൊക്കെ അന്യ പെണ്ണുങ്ങളെ മുഖത്തൊക്കെ ഇങ്ങനെ നോക്കി നോക്കും. ഓരോ നോട്ടത്തിനും കുറ്റാണ്.
അപ്പൊ ഈ നോട്ടത്തിന്റെ കുറ്റം യഥാർത്ഥത്തിൽ കാഴ്ച പരിമിതിയുള്ള ആളുകൾക്ക് ഇല്ലല്ലോ എന്ന് പറയും. അതൊരു ശരി ആയിരിക്കാം. പക്ഷെ മനസ്സുകൊണ്ടുണ്ട്. നമ്മൾ മനസ്സുകൊണ്ട് അതൊക്കെ നമുക്ക് അതിനൊക്കെ പകരം ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പൊ അതുകൊണ്ട് മനസ്സിനെ കൂടെ നിയന്ത്രിച്ച് അത്തരം തിന്മകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? മാറി നിൽക്കണം. പിന്നെ ചിലപ്പോഴൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ നമുക്ക് വല്ലാതെ വിഷമം വരും. എന്താ വെച്ചാൽ ഇത് ഒരു കാഴ്ചയില്ല എന്നതിന്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ഒരു കാലില്ല എന്നുള്ളതിന്, എന്തെങ്കിലും അംഗപരിമിതി ഉള്ളതിനെ നമ്മുടെ ഒരു അപമാനമായി കാണേണ്ട കാര്യമില്ല. ഒരു മാനക്കേടായിട്ട് നമ്മളതിനെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അതൊരു ബഹുമാനമാണ്. ഞാൻ പറഞ്ഞു, നമുക്കൊരു പരിമിതി ഉണ്ടാകും, ഒരാൾ നമ്മളെ കൈമ പിടിക്കണം, അപ്പുറത്ത് കിടത്തി തരണമൊക്കെ നമ്മളോടുള്ളൊരു ആദരവാണ്. മനസ്സിൽ ഈമാനും വിശ്വാസവും ഉള്ള ആളുകൾ എന്തായാലും അള്ളാഹു ഇത്തരം പരീക്ഷണങ്ങൾ കൊടുത്ത ആളുകളോട് വളരെ സ്നേഹത്തിലും കാര്യത്തിലും പെരുമാറും. പിന്നെ അറിവില്ലാത്ത ആൾക്കാരുണ്ടാവും, അവരുടെ പെരുമാറ്റങ്ങൾക്ക് നമ്മൾ ഉത്തരവാദി അല്ലല്ലോ എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പൊ നമ്മൾ അതിലൊരു വിഷമം വിചാരിക്കാതെ ഇതെനിക്കൊരു പ്രതിഫലം കിട്ടും എന്ന ഒരു വളരെ വലിയൊരു വിചാരത്തോടു കൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. പിന്നെ നിങ്ങളുടെ കൂടെയുള്ള ആളുകളോട് ഞാൻ പറയും, എന്തെങ്കിലും ഒരു സഹായം, സേവനം നിങ്ങൾ ഇവർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ അതിന് നിങ്ങൾക്ക് വലിയ അനന്തര ഫലങ്ങൾ ഉണ്ടാവും. ഒരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, പിന്നെ മൂസാ നബി അലൈഹിസ്സലാം അങ്ങാടിയിൽ വരുന്ന സമയത്ത് എന്ത് ചെയ്തു വെച്ചാൽ, ഒരു ബനു ഇസ്രായേലുകാരൻ എന്ത് ചെയ്തു, ആക്രമിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം ഒരു സഹായം മൂസാ നബിയോട് ചോദിച്ചു. അപ്പോൾ മൂസാ നബി അദ്ദേഹത്തെ തിരിച്ചൊന്ന് അടിച്ചു. അപ്പോൾ വക്കസഹു മൂസ, അദ്ദേഹം മരിച്ചു. അതായത് ആ കിബുത്തി അപ്പം തന്നെ മരണപ്പെട്ടു. കിബുത്തി മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി വെച്ചാൽ, രാജാവ് എന്ത് ചെയ്യുന്നുണ്ട്, മൂസാ നബിയെ അന്വേഷിക്കുന്നുണ്ട് എന്നറിഞ്ഞു. അപ്പൊ തിരിച്ച് തന്നെ ജയിലിലാക്കും അല്ലെങ്കിൽ കൊലപ്പെടുത്തുമെന്ന് തോന്നിയപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ആ നാട് വിടാൻ തീരുമാനിച്ചു. പക്ഷെ എങ്ങിട്ട് പോകണം എന്നൊന്നും മൂസാ നബിക്ക് ഒരു നിശ്ചയമല്ല. പക്ഷെ പോയി. ഇന്ന റബ്ബി സയഹ്ദീൻ, എൻ്റെ റബ്ബി എനിക്കൊരു വഴി കാണിക്കുമെന്ന് പറഞ്ഞാണ് പോയി. അങ്ങനെ ഈജിപ്തിൽ നിന്ന് പുറത്ത് കടന്നു. ഈജിപ്തിലല്ലേ അന്വേഷിക്കുക, ഈജിപ്തിന്റെ രാജ്യത്തിന്റെ പുറത്ത് കടന്നു. ആ പുറത്ത് കടന്ന സ്ഥലമാണ് മദിയൻ എന്ന് പറയുന്ന സ്ഥലം. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്താ വെച്ചാൽ, തന്നെ തെരഞ്ഞു പിടിച്ച് കൊല്ലോ എന്നുള്ള ബേജാറുണ്ട് മനസ്സിൽ. അതായത് എന്നെ കണ്ടുപിടിച്ച എന്നെ കൊല്ലും. അപ്പൊ ഒരു മരണം ഭയപ്പെടുന്ന ഒരു സമയമാണ്, കൊല്ലപ്പെടുമോ എന്ന പേടി അതൊന്നുണ്ട്. രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടുന്ന് ഇനിയിപ്പോ നേരം ഇരുട്ടിയാൽ ഞാൻ എങ്ങോട്ട് പോകും, നേരം ഇരുട്ടിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങോട്ട് പോകാനൊരു സ്ഥലമില്ല, പരിചയമുള്ള ഒരാളില്ല. ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടി നിൽക്കുമ്പോഴും നമ്മളൊക്കെ കേട്ടതുപോലെ എന്ത് ചെയ്തു വെച്ചാൽ, അവിടെ നിന്ന് എന്ത് ചെയ്തു, ആടുകൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി എടുക്കുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് സ്ത്രീകൾ മാറി നിൽക്കുന്നുണ്ട്. അപ്പൊ ആ മാറി നിൽക്കുന്നത് കണ്ടപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിന് ഈ ബേജാറൊക്കെ ഉണ്ട്. ഒട്ടേറെ പ്രശ്നങ്ങൾ മൂസാ നബിക്ക് ഉണ്ടെങ്കിലും മൂസാ നബി എന്ത് വെച്ചാൽ ആ സമയത്ത് മറ്റൊരാളെ കാര്യം ചെയ്തു കൊടുക്കുകയാണ്. നമ്മളെപ്പോഴും മറ്റൊരാളെ കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ നമ്മളെ പ്രശ്നങ്ങളാണ് പറയാ. എനിക്കെന്നെ വയസ്സായി, എനിക്കെന്നെ രോഗമാണ്, എനിക്കെന്നെ അസുഖമാണ് എന്നൊക്കെ നമ്മൾ പറയും. ഇതൊക്കെ ഉണ്ട്, ഈ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷെ അപ്പൊ ആ പെണ്ണുങ്ങളോട് ചോദിച്ചു, എന്താ നിങ്ങൾ ഇവിടെ നിൽക്കണോ? അപ്പൊ പറഞ്ഞു, ഞങ്ങൾ ഈ ആണുങ്ങളെ തിരക്ക് കഴിഞ്ഞാലേ ഞങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല ഇന്ന അബാന, ഞങ്ങളുടെ വാപ്പയാകട്ടെ വലിയൊരു വൃദ്ധനാണ്, ഒരു വയസ്സായ ആളുമാണ്. അപ്പൊ വയസ്സായ ആളാകുന്നതുകൊണ്ട് ഞങ്ങൾ ഈ പെണ്ണുങ്ങളെ കൂടെ വരാൻ ഒരാണായിട്ട് ഒരാൾ വീട്ടിലില്ല, ഉള്ളത് വയസ്സനായ വാപ്പയാണ്, വാപ്പക്ക് വരാനും കഴിയില്ല. അപ്പൊ കേൾക്കുമ്പോൾ നമുക്ക് ഒരു വിഷമം ഉണ്ടാവില്ലേ, ഈ പെണ്ണുങ്ങൾ ആരും സഹായിക്കാനില്ലാതെ നിൽക്കണമെന്ന് കണ്ടപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം അവർക്ക് വെള്ളം കോരി കൊടുത്തു. നിങ്ങൾ ആലോചിക്കണം, ആ ഒരു വെള്ളം കോരി കൊടുത്തത് കൊണ്ട് മാത്രം എനിക്കൊന്നുമില്ലാത്ത മൂസാ നബി അലൈഹി സ്വലാം, ഒരു തുള്ളി വെള്ളം പോലും സ്വന്തമായിട്ടില്ലാത്ത അന്യരാജ്യത്ത് പെട്ടുപോയ മൂസാ നബി അലൈഹിസ്സലാം എല്ലാം കിട്ടി. അദ്ദേഹത്തെ ആ പെൺകുട്ടികളെ വന്ന് വിളിച്ചു കൊണ്ടുപോയി, അദ്ദേഹത്തിന് വിവാഹം നടന്നു, ജീവിക്കാൻ സ്ഥലം കിട്ടി, തൊഴിൽ കിട്ടി, എല്ലാം കിട്ടി. വർഷങ്ങളോളം അദ്ദേഹം അവിടെ ജീവിച്ചു. എന്താ കാരണം? ഒരു സേവനം, നമ്മൾ ചെയ്യുന്ന ഒരു നന്മ കൊണ്ട് നമ്മുടെ ജീവിതം തന്നെ രക്ഷപ്പെട്ടു പോകും. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ഇത്തരം ആളുകൾക്ക് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യണം? തീർച്ചയായും അത് ഏറ്റവും സന്തോഷത്തോടു കൂടെ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ നമുക്ക് മനസ്സമാധാനവും മനസ്സന്തോഷവും കിട്ടാനുള്ള ഏറ്റവും വലിയ വഴി വിവാഹമാണ്. ഞാൻ മനസ്സിലാക്കി നിങ്ങളൊക്കെ വിവാഹിതരായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിലും വിവാഹങ്ങൾ പൊതുവെ എന്ത് ചെയ്യുന്നറിയോ? നടക്കും. ഏതെങ്കിലും നിലക്ക് നമ്മളെ ഏറ്റെടുക്കാൻ ആളുകൾ തയ്യാറാകും. എല്ലാവരും അങ്ങനെ തന്നെ.
ഞാൻ പറഞ്ഞ വിവാഹം കഴിഞ്ഞ പല ആളുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതൊക്കെ ഒരു കടമക്ക് കഴിഞ്ഞു എന്നല്ലാതെ ഒരു വിവാഹം കൊണ്ട് കിട്ടുന്ന ആ ഒരു ആസ്വാദനം ശരിക്കും നിങ്ങൾ നല്ലട്ടോ ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പം ഈ കാഴ്ച പരിമിതരായ ആൾക്കാർ മാത്രമല്ല, മൊത്തത്തിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം വിവാഹത്തിന് കിട്ടാവുന്ന ഒരു സന്തോഷമുണ്ട്, അത് കിട്ടിയ ആൾക്കാർ കുറവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ അവിഹിത ബന്ധത്തേക്ക് പോകണം. സ്വന്തം ഭാര്യ വീട്ടിലുണ്ടായിട്ടും അവളെങ്ങനെ അപ്പുറത്ത് കിടത്തി ഓൾ ഉറങ്ങിക്കഴിഞ്ഞാൽ വേറെ പെണ്ണുങ്ങൾക്ക് മെസ്സേജ് അയക്കണം, അല്ലെങ്കിൽ സ്വന്തം ഭർത്താവ് അവിടെ കിടക്കുമ്പോൾ ഭാര്യ വേറെ പുരുഷന് മെസ്സേജ് അയക്കണം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആണും പെണ്ണും തമ്മിലുണ്ടാകുന്ന ആ ഒരു ബന്ധം അത് എത്രമാത്രം സന്തോഷകരമാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ നമ്മുടെ ആളുകൾക്ക് ഇല്ല എന്നുള്ളതാണ്. ഞാനൊരു ഉദാഹരണം പറയാൻ പറ്റും. അല്ല ഈ ഭൂമിയിൽ ഏറ്റവും വലിയ സ്നേഹം നിശ്ചയിച്ചത് ആണും പെണ്ണും തമ്മിലാണ്. അതിപ്പോൾ ഒരു വാപ്പിയും മകനും തമ്മിലോ അല്ലെങ്കിൽ ഉമ്മയും മകനും തമ്മിലോ അല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠൻ അവരും തമ്മിലൊന്നും ഈ സ്നേഹം ഉണ്ടാവില്ല. ഇത് വേറെ ഒരു സ്നേഹമാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരു പെൺകുട്ടി അവളെ വിവാഹം നിശ്ചയിച്ച്, അങ്ങനെ വിവാഹം നിശ്ചയിച്ച് കഴിഞ്ഞതിന് ശേഷം എന്ത് ചോദിച്ചാൽ നിക്കാഹ് നടക്കുന്നതിന് മുമ്പ് ആ പയ്യൻ ഗൾഫിലേക്ക് പോയി. അങ്ങനെ ഗൾഫിൽ പോയിട്ട് അയാൾ എന്ത് ചെയ്തു വെച്ചാൽ അവിടെ നിന്ന് ആക്സിഡൻ്റായി, അപകടത്തിൽപ്പെട്ടു. നിക്കാഹ് കഴിഞ്ഞിട്ടില്ല, അപകടത്തിൽപ്പെട്ടത് മാത്രമല്ല അയാളുടെ ഊര മുറിഞ്ഞു, സ്പൈനൽ കോഡ് മുറിഞ്ഞു. സ്പൈനൽ കോഡ് മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അരക്ക് താഴെ ഒന്നും അയാൾക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എന്ത് ചെയ്തു വെച്ചാൽ അവിടുന്ന് അയാളെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ നാട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ നാട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ അവനെന്നെ അവളോട് പറഞ്ഞു, ഇനി നമുക്ക് ഈ വിവാഹം വേണ്ട, കാരണം നിനക്ക് എൻ്റെ കൂടെ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല, എനിക്കൊന്നും കഴിയൂല. അവിടെ നിൻ്റെ നല്ലൊരു വിവാഹം നിക്കാഹ് കഴിഞ്ഞിട്ടില്ലല്ലോ, അവിടെ നീ എന്ത് ചെയ്തോ നല്ലൊരു ആരോഗ്യമുള്ള ഒരാളെ വിവാഹം കഴിച്ചോ എന്ന് അയാൾ പറഞ്ഞു. അവളെ വീട്ടുകാർ പറഞ്ഞു, അവൻ്റെ വീട്ടുകാർ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. പക്ഷെ അവള് പറഞ്ഞു, ഞാൻ അവനെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ. ഞാൻ പെരിന്തൽമണ്ണയിലൊരു ഹോസ്പിറ്റലിൽ ഈ സ്പൈനൽ കോഡ് മുറിഞ്ഞു പോയ നഷ്ടപ്പെട്ടു പോയ ആൾക്കാരുടെ ഒരു സംഗമം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എനിക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു. വീൽ ചെയറിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീൽ ചെയറിൽ ഈ കക്ഷിനെ കൊണ്ടുവന്നത് ഈ പെൺകുട്ടിയാണ്. ആ കല്യാണം നടന്നു. ജീവിതകാലം മുഴുവൻ നോക്കുങ്ങൾ ഒരു ഭർത്താവിൻ്റെ സുഖം, ഒരു ശാരീരിക ബന്ധം നടക്കില്ലെന്നറിഞ്ഞിട്ടും ആ പെണ്ണ് എന്തുകൊണ്ടാണ് ആ വിവാഹത്തിന് തയ്യാറായത് നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങൾ എന്തുകൊണ്ടാണ് വിവാഹത്തിന് തയ്യാറായത്? ആ ഇഷ്ടമാണ്. നമ്മൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരാണും പെണ്ണും തമ്മിലുള്ള ഇഷ്ടം അത്ര വലുതാണ് സുഹൃത്ത്. ഇപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്ത് ചെയ്യണം? ആ സ്നേഹം ഉണ്ടാവണം. എനിക്കതറിയാം. ഇന്ന് നിങ്ങളെ ഭാര്യമാരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് ആ സ്നേഹം. ആ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്തും തൻ്റെ ഭർത്താവിന് ചെയ്തു കൊടുക്കാനുള്ള, എന്തും തൻ്റെ ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കാനുള്ള ഒരു സ്നേഹം. ആൾക്കാർ പറയും കല്യാണം കഴിഞ്ഞ അപ്പത്തൊരു 5-6 ദിവസം ആ സ്നേഹം ഉണ്ടാകുക. അപ്പോഴല്ല സ്നേഹം ഉണ്ടാവുക. ആ സ്നേഹം എപ്പോഴാണ് ഉണ്ടാവുക? നിങ്ങൾ ഓരോ ദിവസം ചെല്ലുന്ന ആ സ്നേഹം കൂടി വരിക ചെയ്യുക. കാരണം പ്രായമാകും തോറും നമുക്ക് മനസ്സിലാവും എന്ത്, എനിക്ക് ഇവളെ ഉള്ളൂ, ഇവൾക്ക് ഞാനേ ഉള്ളൂ എന്ന്. മക്കളൊക്കെ കല്യാണം കഴിഞ്ഞ പോലെ വഴിക്ക് പോകും. എപ്പോഴെങ്കിലൊക്കെ ഓർമ്മ വരുമ്പോൾ വാപ്പാക്കും ഉമ്മാക്കൊക്കെ ഓരോ ഫോൺ ചെയ്യും. ഓർക്കൊന്നും നമ്മൾ അത്യാവശ്യമില്ല, അത്യാവശ്യമില്ല. ഓരോ കാര്യങ്ങളൊക്കെ നടന്നു, ഭർത്താവുണ്ട് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നോക്കാൻ, മനസ്സിലായി. എന്നാൽ നമ്മളെ മറക്കാത്ത, എപ്പോഴും നമ്മളെ ഓർക്കുന്ന ആൾ ആരാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഭർത്താവും ഭാര്യയും. ആ സ്നേഹം അവരോട് തമാശ പറയുമ്പോഴും അവിടെ സംസാരിക്കുമ്പോഴും അവരെ തൊടുമ്പോഴും അവരെ പിടിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ആ സ്നേഹത്തിൽ നമ്മളൊക്കെ മറക്കും. എന്ത് വിഷമുണ്ടെങ്കിലും ഒരു വിവാഹം കഴിക്കുന്നതോടുകൂടെ ഒരാളുടെ എല്ലാ വിഷമവും അതോടെ തീർന്ന്. അത് ഞാൻ പറയണതല്ല, അള്ളാഹ് പറയണതാണ്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹാ. അള്ളാഹ് അത്ഭുതമായിട്ട് പറയാണ്. ഏത് സൂര്യനും ചന്ദ്രനൊക്കെ പോലെ തന്നെ ഒരു അത്ഭുതമാണ് എന്ത്, ആണിനെയും പെണ്ണിനെയും അള്ളാഹു സൃഷ്ടിച്ചത്. ആണിനെയും പെണ്ണിനെയും അള്ളാഹു സൃഷ്ടിച്ചത് ഒരു മഹാത്ഭുതമാണ്. എന്തിനാണത്? ലിതസ്കുനു ഇലൈഹാ. സ്നേഹവും പ്രേമവും പരസ്പരം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാം, അവർ തമ്മിൽ സമാധാനം, ലിതസ്കുനു ഇലൈഹാ, അവളിലേക്ക് സമാധാനം കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഇപ്പൊ വിവാഹം കഴിച്ച ഒരാൾക്ക് പിന്നെ സമാധാനക്കേടില്ല. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, പണമല്ലെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും, ഒരു ഭാര്യ ഉണ്ടോ സമാധാനം, ഭർത്താവുണ്ടോ സമാധാനം. പക്ഷെ ആ സമാധാനം
ആ കുടുംബ ജീവിതത്തിലൂടെ ലഭിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? തുറന്ന് സംസാരിക്കണം, മനസ്സ് തുറന്ന് സംസാരിക്കണം. രണ്ടുപേരുടെയും പ്രശ്നങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? പരസ്പരം കേൾക്കണം. രണ്ടാളും പ്രശ്നങ്ങൾ കേൾക്കണം. നമ്മൾ കഴിയുന്നത് പോലെ നമ്മളായിട്ട് സഹകരിക്കണം. എന്നിട്ട് ഈ നോക്കപ്പെടുന്നവർക്കൂടെ ചില ഉത്തരവാദിത്വം. ഇപ്പം നിങ്ങളെ മറ്റുള്ളവർ കൊണ്ടിടക്കുമ്പോൾ ഓല ഇടങ്ങേറുകളും നമ്മൾ ആലോചിക്കണം. ഇപ്പം ഈ വയസ്സായ ആളുകളൊക്കെ നമ്മളെ വീട്ടിൽ പരിചരിക്കുമ്പോൾ എന്നിട്ട് ചെറിയ ഒരു വിഷമത്തിന് പോലും അവർ സഹിക്കാൻ തയ്യാറാവില്ല. ഓർക്കോലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നടക്കണം. ഒരു ചെറിയ വിട്ടുവീഴ്ചക്ക് പോലും തയ്യാറാവില്ല. അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മളെ നോക്കുന്ന ആളുകൾക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഓൽക്കുമില്ലേ ഒരു ജീവിതത്തിൻ്റെ ചില പ്രയാസങ്ങൾ, അത് മനസ്സിലാക്കിയിട്ട്. ഇപ്പം നമ്മൾക്ക് ചിലപ്പോൾ ഒന്ന് ബാത്റൂമിൽ പോകാൻ കുറച്ച് സമയം പിടിച്ചാലും എന്ത് ചെയ്യണം? അവരുടെക്ക് ഒരു വിഷമം ഉണ്ടെങ്കിൽ ആ വിഷമത്തിനോട് നമ്മൾ എന്ത് ചെയ്യണം? സഹകരിച്ചു കൊടുക്കണം. പലപ്പോഴും മറ്റുള്ളവരുടെ സേവനങ്ങൾ സ്വീകരിക്കുന്ന ആൾക്കാർക്ക് ഇൻ്റെതൊന്നും മുടങ്ങാൻ പറ്റൂല, ഓരത് എന്തായാലും പറ്റൂല. അങ്ങനത്തെ ഒരു ചിന്ത ഒരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ഞാൻ ഉണ്ട് എന്നല്ല പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ നോക്കണ പോലെ മനസ്സ് മടുക്കും. ഓൽക്കാകെ മനസ്സ് മടുത്തു പോകും. നമുക്ക് എന്ത് ചെയ്തിരുമ്പോഴും ആ ഒരു സന്തോഷം നമ്മുടെ മുഖത്ത് വേണം. ഇന്നെങ്ങനെ ഇടങ്ങേറായി നോക്കുകയാണല്ലോ, അതുകൊണ്ടൊരു നന്ദിയും വാക്കും സംസാരവും ഒരു സ്നേഹവും ഒരു ചിരിയും ഒരു സന്തോഷമൊക്കെ നമ്മൾ എപ്പോഴും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ പരസ്പരം നമ്മൾ സഹകരിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായും നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും മനസ്സുകൊണ്ട് ഈ ജീവിതം ഏറ്റവും നന്നായി ആസ്വദിക്കാൻ നമുക്ക് പറ്റുന്നതാണ്. ഇനി മറ്റൊന്ന് നമുക്ക് ആസ്വദിക്കാനുള്ള മാർഗം ഞാൻ പറയാം. ആസ്വദിക്കാനുള്ള മറ്റൊരു മാർഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഖുർആനാണ്. ഖുർആൻ കൊണ്ട് സന്തോഷിക്കാൻ ഖുർആന് തന്നെ പറയുന്നുണ്ട്. ഫബിദാലിക ഫൽയഫ്റഹു, ഖുർആൻ കൊണ്ട് അവർ സന്തോഷിക്കട്ടെ. ഖുർആൻ കൊണ്ട് സന്തോഷിക്കുക. ഖുർആൻ കൊണ്ടുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമാണ്. ഒന്ന് അതിൻ്റെ പാരായണമാണ്. ഈ മക്കയിലും മദീനയിലൊക്കെ ഉള്ള ഇമാമിങ്ങളുടെയൊക്കെ ഖിറാഅത്ത് എന്തൊരു മനോഹരമാണ്. നിങ്ങൾ ആലോചിക്കും, നിങ്ങൾക്കിപ്പോൾ യൂട്യൂബിലൊരു സൂറത്ത് കേൾക്കുമ്പോൾ എത്ര മനോഹരമായി കേൾക്കാൻ പറ്റും. ഞാൻ പറഞ്ഞപ്പോൾ നമുക്ക് നോക്കി ഓതാൻ പല ആളുകൾക്കും കഴിയില്ലെങ്കിലും നമുക്കത് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഭയങ്കര സന്തോഷം. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒരു ദിവസം ഒരു സൂറത്തെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാൻ തരുമോ ശരിക്ക് കേൾക്കണം. എന്തൊരു നല്ല ട്യൂണാണ് ആ ഖുർആന്റെ ട്യൂൺ എന്ന് പറഞ്ഞാൽ. ഈ മ്യൂസിക്കൊക്കെ എവിടെ കിടക്കണ്? ആ മ്യൂസിക്കൊക്കെ നിർത്തി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഖുർആൻ കേൾക്കാൻ തുടങ്ങും. മാത്രമല്ല നിങ്ങൾക്ക് പെട്ടെന്ന് മനപ്പാടമാക്കാൻ പറ്റും. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഇപ്പം ഞങ്ങളൊക്കെ ഇപ്പോൾ ദീനിയായിട്ട് ഒരാളൊരു സംശയം ചോദിച്ചാൽ നമ്മളൊക്കെ ആരോടാ ചോദിക്കുക? നമ്മൾ ഏറ്റവും അധികം ഇസ്ലാമിക ഫത്വകൾ നോക്കുന്ന പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് ഇബ്നു ബാസാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സൗദി അറേബ്യൻ്റെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന ഷെയ്ഖ് ഇബ്നു ബാസ്. നിങ്ങൾക്കറിയാം എത്ര ചെറുപ്പത്തിൽ കണ്ണുപോയ ആളാണ് അദ്ദേഹം. വളരെ ചെറുപ്പത്തിൽ 2 കണ്ണിൻ്റെ കാഴ്ചയും നഷ്ടപ്പെട്ട ആളാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി. പക്ഷെ നിങ്ങൾ കേൾക്കണം, ഇന്ന് ലോകത്ത് ആധുനിക പണ്ഡിതന്മാർ, അദ്ദേഹം അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയി. ഇന്നിരിക്കുന്ന എല്ലാ പണ്ഡിതന്മാരും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ്. ഇമാം ബുഖാരിൻ്റെ ഫത്തുഹുൽ ബാരി എന്ന് പറയുന്ന വലിയൊരു ഗ്രന്ഥമുണ്ട്, വാള്യങ്ങളുണ്ട്. അത് മനപ്പാടമുള്ള വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം മറുപടി പറയാത്ത ഇസ്ലാമിക വിഷയങ്ങളില്ല. എല്ലാ വിഷയങ്ങളിലും അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, കണ്ണ് കാണുന്ന ലക്ഷക്കണക്കിന് ആളുകൾ, ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ ഉണ്ടായിട്ട് അതിന് എല്ലാ മുസ്ലിങ്ങളും മതപരമായ കാര്യങ്ങൾ ചോദിച്ചറിയുന്ന ഒരു പണ്ഡിതനാകാൻ അദ്ദേഹത്തിന് സാധിച്ചത് എന്തുകൊണ്ടാണ്? അദ്ദേഹം തൻ്റെ പരിമിതിയെക്കുറിച്ച് ചിന്തിച്ചതേയില്ല. എനിക്ക് കണ്ണ് കാണുന്നില്ലല്ലോ എന്ന് അദ്ദേഹം ആലോചിച്ചതേയില്ല ജീവിതത്തിൽ. കണ്ണ് കാണുന്നവരെക്കാളും അധികം വിവരമുള്ളവരാവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞത്, ഇതിനെ നിങ്ങളൊരു പരിമിതിയായി എടുക്കാതെ, അതൊരു പ്രശ്നമായി എടുക്കാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കഴിവുകളെ വർദ്ധിപ്പിച്ചെടുക്കാൻ നമുക്ക് പറ്റും. ഞാൻ എപ്പോഴും ചിന്തിക്കും, നിങ്ങൾക്ക് വേണ്ടി ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഈ ഒരു പരിപാടിയിലെ ഏറ്റവും നല്ല പ്രഭാഷണം നടത്തുന്നത് നിങ്ങളിൽപ്പെട്ട ഒരാളാവേണ്ടിയിരുന്നു. അങ്ങനെയാണ് വേണ്ടത്. അതിന് ഇന്ന് പറ്റും. നിങ്ങൾക്കൊരു പണ്ഡിതനാകണമെന്ന് വിചാരിച്ചാൽ കണ്ണില്ലാതെ ഇന്ന് പറ്റും. ചിലപ്പോൾ ഇവിടെ നല്ല ആപ്ലിക്കേഷൻസൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും. കാരണം ഈ ഫോണിൻ്റെ പുതിയ ആൻഡ്രോയിഡ് ഫോൺ വന്നതോടുകൂടെ പ്രശ്നം തീർന്നു ഞാൻ പറഞ്ഞു. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അതോടുകൂടെ തീർന്നു. അത്രമാത്രം ഹിഫ്ളും തജ്വീദും ഖുർആനികമായ അറിവുകളും ഒക്കെ നേടാൻ പറ്റും. ഇതുപോലെ തന്നെ നാട്ടിൽ എവിടെയെങ്കിലുമൊക്കെ ആഴ്ചയിൽ ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ടെങ്കിൽ പങ്കെടുക്കണം. ആ ക്ലാസ്സുകളിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോഴും തീർച്ചയായും നിങ്ങൾക്ക്
അറിവുകൾ കിട്ടും. എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ടെങ്കിലും നമ്മൾ അവിടെ പോവുക, നമ്മൾ ഒന്നിച്ച് കേൾക്കുമ്പോൾ. അതേമാതിരി ജുമാക്ക് പങ്കെടുക്കുമ്പോൾ നമുക്ക് ഹൃദയത്തിൽ തട്ടി ദീനിന് നല്ല കാര്യങ്ങൾ മനസ്സിലാകുന്ന രൂപത്തിലുള്ള പരിപാടികളിൽ തന്നെ, ഖുതുബകളിൽ തന്നെ ജുമാക്ക് പങ്കെടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറയാം, നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ലഭിക്കുന്നതിലേറെ മനസ്സമാധാനത്തോടെയും മനസ്സന്തോഷത്തോടു കൂടെയും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ ഒരു എൻവിഷനിൽ പങ്കെടുത്ത ഇന്നു മുതൽ തെറ്റാണെന്ന് നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾ പോലും നിങ്ങൾ വിട്ടുനിൽക്കുക. നല്ല ഒരു ദാമ്പത്യം, സന്തോഷമുള്ള, മറ്റുള്ളവരൊക്കെ അസൂയപ്പെടുന്ന ഒരു ബന്ധം നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഉണ്ടാവുക. ദീനിയായ വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കാൻ നമ്മൾ പരിശ്രമിക്കാം. അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ. നിങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ നിങ്ങളോട് സംസാരിക്കാൻ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ കാഴ്ച പരിമിതരായ ആളുകളുമായി നിങ്ങൾ ബന്ധമുണ്ടാക്കി അവരെ ഇതുപോലെ സംഘടിപ്പിച്ച് അവർക്ക് പരിപാടികൾ വെച്ച് ക്ലാസ് കൊടുത്ത് എന്ത് ചെയ്യാം, നമ്മൾ ഈ പ്രബോധന രംഗത്തും നമ്മൾ നമ്മളുടേതായ കടമകൾ നിർവഹിക്കാൻ പരിശ്രമിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. നമുക്ക് തൗഹീദിൽ തകരാറ് പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ എത്തും എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ശിർക്ക് വന്നു പോവാതിരിക്കാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ മറ്റു മതസ്ഥർക്കിടയിലാണ് നമ്മൾ ജീവിക്കണം. അപ്പം മറ്റു മതസ്ഥർ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളല്ലാത്ത മറ്റുള്ളവരൊന്നും ഏകദൈവ വിശ്വാസികളല്ല. അതുകൊണ്ട് തന്നെ അവരുടെ ആചാരങ്ങൾ, സമ്പ്രദായങ്ങൾ, കാര്യങ്ങളൊക്കെ കൂടെ ജീവിക്കുമ്പോൾ നമ്മളിലേക്ക് വന്നു ചേരും. അതുകൊണ്ടാണ് സത്യത്തിൽ നമ്മളെ കയ്യുമെന്നൊരു ഉറുക്ക് കാണാൻ പാടില്ല, ഒരു കറുത്ത നൂലോ കറുത്ത ചരടോ. ഏകദൈവ വിശ്വാസികൾക്ക് അങ്ങനെ ഒന്നില്ല. സഹാബത്തിനോ പ്രവാചകന്റെ ദേഹത്തൊന്നും ഒരു കറുത്ത ചരടോ അല്ലെങ്കിൽ ഒരു കറുത്ത നൂലോ അങ്ങനത്തെ എന്തെങ്കിലും ഉള്ളതായിട്ട് നമ്മൾ ആരും കേട്ടിട്ടില്ല. പക്ഷെ നമ്മുടെ നാട്ടിലെ മറ്റു മതസ്ഥർക്കൊക്കെ അതുണ്ട്. അപ്പൊ സ്വാഭാവികമായും നമ്മളെടുത്തും അത് വരും, അങ്ങനത്തെ വിശ്വാസങ്ങൾ വരും. ഇത് എന്തെങ്കിലും കുരുത്തക്കേടുകളാണോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാണോ എന്നൊക്കെ നമുക്ക് തോന്നും. നമ്മൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാം. ഒരിക്കലും മരണമില്ലാത്ത, എല്ലെന്നും ജീവിച്ചിരിക്കുന്ന പരമകാരുണികനായ, നമ്മൾ നാളെ പരലോകത്ത് വെച്ച് കാണുന്ന ആ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് അവനോട് പ്രാർത്ഥിച്ച് അവനോട് സങ്കടങ്ങൾ പറഞ്ഞ് അവന് ചെയ്യേണ്ട കർമ്മങ്ങളിൽ വീഴ്ച വരുത്താതെ മുന്നോട്ട് പോയാൽ ഞാൻ പറയുന്നു, കണ്ണുള്ളവരെക്കാളും മനസ്സമാധാനത്തിൽ ജീവിക്കാൻ നമുക്ക് മനസ്സുകൊണ്ട് സന്തോഷിക്കാൻ പറ്റും. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ ദുനിയാവിലൊരു സ്വർഗമുണ്ട്. ആ സ്വർഗം ദീന് കൊണ്ട് നേടി നാളെ പരലോകത്തെ സ്വർഗവും ലഭിക്കാൻ നമ്മൾ പരിശ്രമിക്കാം. സ്വർഗത്തിലേക്ക് എത്താനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് നമ്മുടെ ഈ കാഴ്ച പരിമിതി എന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മനസ്സിനോട് പറയാം. ദീർഘകാലം ജീവിക്കേണ്ട അവസാനമില്ലാത്ത ലോകത്ത് കാഴ്ചകളോടെ സന്തോഷത്തോടെ ഉന്നത പദവിയിൽ ജീവിക്കാൻ ഈ തപ്പിത്തടഞ്ഞും പ്രയാസപ്പെട്ടുമുള്ള നടത്തം കൊണ്ട് പറ്റുമെങ്കിൽ തീർച്ചയായും നാളെ പരലോകത്തെ ആ സ്വർഗം നമുക്കെല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഇഹലോകത്തും ഏറ്റവും സമാധാനമുള്ളൊരു ജീവിതം സാധ്യമാവട്ടെ. ദീൻ കൂടുതലായി പഠിക്കാനും അറിയാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഈ ഒരു ഒത്തുചേരൽ അള്ളാഹു ഒരു പുണ്യകർമ്മമായി നമ്മളൊന്ന് സ്വീകരിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു